ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് ഷാജു ജോസഫ്. എൻ്റെ ഭാര്യ ബെറ്റി, മോള് അനീറ്റ സാറ ഷാജു. ഞാനും വൈഫും ജോലി ചെയ്യുന്നത് കുവൈറ്റിലാണ്. എൻ്റെ മോള് കുവൈറ്റിലാണ് പഠിച്ചിരുന്നത്. 12th ശേഷം അവൾ പഠിക്കാൻ വേണ്ടി മാംഗ്ലൂരിലേക്ക് ഫിസിയോതെറാപ്പി കോഴ്സിന് വേണ്ടി കടന്നു വന്നായിരുന്നു. 2022 ജനുവരി ലാസ്റ്റോട് കൂടി അവരുടെ കൈക്ക് പെട്ടെന്നൊരു തളർച്ച അനുഭവപ്പെട്ടു. അത് ഇച്ചിരിയുടെ കൂടുതലായി. ഏതാണ്ട് ഒരു മെയ് മാസം ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും കൈക്കും കാലിനും വല്ലാതെ തളർച്ച അനുഭവപ്പെട്ടു. ഗുല്ലൻബേരി സിൻഡ്രോം എന്ന് പറഞ്ഞ് GBS എന്ന് പറയുന്ന രോഗമാണ്. അതിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരീരം തളർന്നു കഴിഞ്ഞാൽ പൂർണ്ണമായും സൗഖ്യപ്പെടാൻ സാധ്യതയില്ലാത്തൊരു രോഗമാണ്. വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോവുകയും അത് തളർച്ചയിലേക്ക് പോയി സൗഖ്യപ്പെടുന്ന അതിൻ്റെ പെർസെൻറ്റേജ് വളരെ കുറവായിരിക്കും. പൂർണ്ണ സൗഖ്യം വരുന്നത് വളരെ എന്ന് പറഞ്ഞാൽ അപൂർവങ്ങളിൽ അപൂർവമായിരിക്കും. അത് തന്നെ രണ്ട് ടൈപ്പുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു മരണമാണ് GBSൻ്റെ മറ്റൊരു ടൈപ്പിലുള്ള രോഗം. കൃപയാൽ അതായിരുന്നില്ല, എങ്കിൽ തന്നെയും തളർച്ച അനുഭവപ്പെട്ടു. അപ്പം പിന്നീട് കണ്ടിന്യൂസ് വൊമിറ്റിങ്ങും കാര്യങ്ങളുമായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലൈസ്ഡായി. ഞാൻ അവിടെ നിന്ന് വന്നു. ഹോസ്പിറ്റലിൽ കുറച്ച് ദിവസം പരിചരിച്ചു. പക്ഷേ മാറ്റങ്ങൾ കാര്യമായിട്ടൊന്നുമില്ല, ഒന്നും തന്നെ ഉണ്ടായില്ല. ഞാൻ മോളെ കുവൈറ്റിലേക്ക് വീണ്ടും കൊണ്ടുപോയി. കാരണം ഞാൻ ഉദ്ദേശിച്ച അവിടെ ട്രീറ്റ് ചെയ്യാം, കാരണം എനിക്ക് ലീവ് കുറവായിരുന്നു. അവിടെ ചെന്നപ്പോൾ മനസ്സിലായി അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് സക്സസ്ഫുൾ ആവില്ല, ബെറ്ററായിട്ട് ട്രീറ്റ്മെൻറ്റ് കിട്ടില്ല എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ വീണ്ടും തിരിച്ച് നാട്ടിലേക്ക് വന്നു. വൈക്കത്ത് അവിടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി ഡോക്ടറിന് പ്രത്യേകിച്ച് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല, മെഡിസിൻ കൊടുക്കാൻ ട്രൈ ചെയ്യാം, ഇതായിരുന്നു മറുപടി. പക്ഷേ എന്താണേലും വന്ന് പിറ്റേ ദിവസം മുതൽ അതിൻ്റെ സ്പെഷ്യലായിട്ടുള്ള കുറച്ച് മെഡിസിൻസ് ഉണ്ട് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ അതിനേക്കാൾ അധികമായിട്ട് എൻ്റെ വിശ്വാസം ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കണമെന്നുള്ളതായിരുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് മെയ് 22 2022 അന്ന് വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു ചെന്നു. നെക്സ്റ്റ് ഡേ ഓൺവേഴ്സ് കുഞ്ഞ് കൈവിട്ട് നടക്കാൻ ആരംഭിച്ചു. അപ്പം വളരെ സന്തോഷമായി. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങിയെന്ന് എനിക്ക് ബോധ്യമായി. ഞങ്ങൾ കൂടുതലായിട്ട് വിശ്വസിച്ചും പ്രാർത്ഥിച്ചും അതുപോലെ ഇവിടെ നിന്ന് തൈലവും തേനുമൊക്കെ തൊട്ടും നാവിൽ കൊടുത്തുമൊക്കെയായിട്ട് ഞങ്ങൾ വീണ്ടും പ്രാർത്ഥന തുടർന്നു കൊണ്ടുപോകുന്നു. ഏതാണ്ട് 2 മാസക്കാലം ഹോസ്പിറ്റലിൽ ആയിരുന്നു. പക്ഷേ എങ്കിൽ തന്നെ പൂർണ്ണ സൗഖ്യത്തോടു കൂടി കുഞ്ഞ് അവിടെ നിന്ന് ഡിസ്ചാർജ് ആകുവാൻ ദൈവം സഹായിച്ചു. ഇതിനിടയ്ക്ക് ഇവിടെ വന്നപ്പോൾ അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് വാങ്ങിച്ചിരുന്നു. അച്ഛൻ പറഞ്ഞു പൂർണ്ണ സൗഖ്യമാകുമെന്ന് ആ സമയത്ത് പറഞ്ഞായിരുന്നു. ഞങ്ങളത് വിശ്വാസത്തിൽ ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോയി. ദൈവം തന്ന സൗഖ്യത്തിനായി നന്ദി. അമ്മ മാതാവിനോടും തിരുക്കുമാരനോടും വളരെയേറെ കടപ്പെട്ടിരിക്കുന്നു, നന്ദി പറയുന്നു. അതുകൂടാതെ രണ്ടാമത്തെ സാക്ഷ്യമെന്ന് പറയാനുള്ളത്, ഞാൻ UK ഒന്ന് പോകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തായിരുന്നു കുവൈറ്റിൽ നിന്ന്. ആ സമയത്ത് ഞാൻ എൻ്റെ പ്രത്യേകമായിട്ടുള്ളൊരു ആഗ്രഹം, ഒരു ഗവൺമെൻറ് സർവീസ്, അതായത് NHS എന്നാണ് നിങ്ങൾക്കറിയാവുന്നതുപോലെ, ലഭിക്കണമെന്നായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നത്. ഞാനതിന് അപ്ലൈ ചെയ്തു ത്രൂ ഓൺലൈൻ. അതിനുശേഷം എന്നെ അവിടെ നിന്ന് ഇൻ്റർവ്യൂവിന് വിളിക്കുകയും ദൈവത്തിൻ്റെ കൃപയാൽ ആദ്യത്തെ ഇൻ്റർവ്യൂ തന്നെ ഞാൻ പാസ്സാവുകയും പിന്നെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ, ഓരോ സമയത്തും ഞാൻ പ്രതിസന്ധി ഘട്ടത്തിലെങ്കിലെല്ലാം ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് കൊന്ത ചൊല്ലുകയും വിശ്വാസപ്രമാണം ചൊല്ലുകയും അതുപോലെ കാശുരൂപം സ്പർശിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഏതാണെങ്കിലും ദൈവത്തിൻ്റെ കൃപയാൽ വളരെ എളുപ്പത്തിൽ തന്നെ അത് വിസ എനിക്ക് ലഭിച്ചു. വരുന്ന മാസം ഞാൻ UK കടന്നു പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. പിന്നെ അധികമായി അടുത്തൊരു സാക്ഷ്യം പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാൻ 11 കുവൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് കടന്നു വന്നത്. അപ്പം എൻ്റെ കുവൈറ്റിലെ വിസ 11 തീരുമായിരുന്നു. അപ്പോൾ തീരുന്ന സമയത്ത് അവർ സാധാരണ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്, നിങ്ങൾ തിരിച്ചു വരുന്നുണ്ടോ? അപ്പോൾ അതിന് ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. എസ്പെഷ്യലി എൻ്റെ മൊബൈലിൽ ഒരു ആപ്ലിക്കേഷൻസ് ഉണ്ട്, അവിടെ ഉള്ളവർക്ക് അറിയാം, നിങ്ങൾക്കും അറിയാവുന്നതുപോലെ ആ ആപ്ലിക്കേഷൻ വർക്കായെങ്കിൽ മാത്രമാണ് അവിടെ നിന്ന് അവർ കയറ്റി വിടുകയുള്ളൂ. പക്ഷേ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ടും ട്രൈ ചെയ്തിട്ടും നടക്കില്ലായിരുന്നു. പല ഷോപ്സിൽ കൊണ്ട് കാണിച്ചിട്ടും അത് വർക്കാവാത്തൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഇമിഗ്രേഷൻ എൻ്റെ ചീഫ് എന്നെ വിളിച്ചിട്ട് ഓഫീസിൽ ഇരുത്തിയിട്ട് പറഞ്ഞു, വർക്ക് ചെയ്ത് കാണിക്കുവാണെങ്കിൽ നിനക്ക് പോകാം, അല്ലെങ്കിൽ തിരിച്ചു പോകേണ്ടി വരും എന്നോട് പറഞ്ഞു. പക്ഷേ എന്താണെങ്കിലും സ്വല്പത്തിന് അകമായിട്ട് അവിടെ ഒരു പോലീസ് ഓഫീസർ വന്നു, ഒരു ദൈവദൂതനെ പോലെ. അപ്പം ഞാൻ ആ സമയത്തെല്ലാം കാശുരൂപം ഇങ്ങനെ കൈകൾ പിടിച്ചുകൊണ്ട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയും അവിടെ ഓഫീസർ ടേബിളിൽ ഞാൻ കുരിശ് വരയ്ക്കുകയൊക്കെ ചെയ്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഏതാണേലും ഒരു പോലീസ് ഓഫീസർ കടന്നു വന്നിട്ട് ഏകദേശം ഒരു 25 മിനിറ്റ് എങ്കിലും എൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്തിട്ട് അദ്ദേഹം അത് എന്തൊക്കെ ചെയ്തു, എന്തൊക്കെയാണ് ചെയ്തതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഏതാണേലും അദ്ദേഹം അത് റെഡിയാക്കി തന്നു. പോരാൻ ദൈവം അനുവദിച്ചു. ഇത്രത്തോളം കൃപകൾ തന്ന
ഈശോയ്ക്കും അമ്മ മാതാവിനും ഞാൻ ആയിരം നന്ദി പറയുന്നു, വളരെ സന്തോഷത്തോടെ. പിന്നെ എൻ്റെ ആത്മീയ ജീവിതം എന്ന് പറയാൻ ദൈവത്തോട് കൂടുതൽ അടുത്ത് ജീവിക്കണമെന്നുള്ളൊരാഗ്രഹം ഉടമ്പടിക്ക് ശേഷം മനസ്സിൽ പ്രത്യേകമായിട്ടും ഉണ്ടായിട്ടുണ്ട്. കൂടുതലായി പിന്നെ ഞാൻ മെഡിക്കൽ ഫീൽഡിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം പുറത്തിറങ്ങിയുള്ള പ്രവർത്തനങ്ങൾ ഒരുപാടൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഞാൻ രോഗികളോട് വളരെ കാരുണ്യത്തോടും സ്നേഹത്തോടും വിനയത്തോടും കൂടി അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി സ്നേഹത്തോടെ പെരുമാറാനുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു ഒരുക്കം ഞാൻ നടത്തിയിരുന്നു ഉടമ്പടിക്ക് ശേഷം. ദൈവത്തിൻ്റെ കൃപയാൽ ഈ വരുന്ന മാസം ആദ്യം UK കടന്നു പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കുഞ്ഞിൻ്റെ കാര്യം ഞാൻ വീണ്ടും പറയാൻ വിട്ടു ഒരു കാര്യമൂടെ ഞാൻ പറയുകയാണ്. കുഞ്ഞ് അതിനുശേഷം പൂർണ്ണമായി ഓക്കെ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇപ്പോൾ കുഞ്ഞ് വീണ്ടും അതിന് ഫിസിയോതെറാപ്പിയുടെ കോഴ്സിന് തന്നെ ഒരു കോളേജിൽ ചേർന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു. ദൈവം ഇത്രത്തോളം അനുഗ്രഹം തന്നതിനെ ഓർത്ത് സ്തുതിക്കുന്നു. ദൈവത്തിൽ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാമെന്ന് പറഞ്ഞ് നമ്മൾ വിശ്വസിക്കുകയും സ്നേഹത്തോടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുന്നതിനൊക്കെയും അവൻ മറുപടി തരുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുക. കാരണം ഈ ലോകത്തിൽ ആശ്രയം വയ്ക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന അവൻ മാത്രമാണ് നമ്മുടെ രക്ഷിതാവും കർത്താവും. അമ്മ മാതാവിനോട് മാധ്യസ്ഥം തേടിയാൽ അതിന് മറുപടി ഉണ്ട് എന്നുള്ളതിനൊരു പൂർണ്ണ ഒരു ഉത്തമ ഒരു സാക്ഷ്യമായി ഞാനിത് ഇവിടെ പറയുന്നത്. ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കുന്നത് അനേകരുടെ ജീവിതത്തിൽ ദൈവികമായി അടുപ്പിക്കുമെന്നുള്ളൊരു വിശ്വാസത്തിൽ ദൈവത്തിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവനാമം എന്നും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. കൊറിന്തോസുകാർക്ക് എഴുതിയ 2 ലേഖനം 6 തിരുവചനം പറയുന്നു, സ്വീകാര്യമായ സമയത്ത് ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു, രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. ഓരോ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളും വ്യത്യസ്തങ്ങളാണ്. എങ്ങനെയാണ് വ്യത്യസ്തങ്ങളാവുക? അത് അനുഭവപ്പെടുന്ന ആ വ്യക്തികൾക്ക്, അതായത് അവരനുഭവിക്കുന്ന ദൈവ അനുഭവത്തിൻ്റെ തീവ്രത, തങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു വലിയ ഓരോ അസ്വസ്ഥതകൾ, അതിൽ നിന്ന് ഓരോരുത്തർക്കും ലഭിക്കുന്ന വിമുക്തി, അതൊക്കെയാണ് എത്രമാത്രമാണ് ദൈവം തങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന് ഇപ്പോഴും ജീവിക്കുന്ന സത്യദൈവമായി ദൈവം തങ്ങളോടൊപ്പമുണ്ട് എന്നുള്ളതിനുമൊക്കെ അവരെ സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് അവരെ പ്രചോദിപ്പിക്കുന്നത് അവരനുഭവിക്കുന്ന ആ പ്രതിബന്ധങ്ങൾ തന്നെയാണ്. GBS എന്ന മാരക രോഗം തൻ്റെ മകൾക്കുണ്ടാവുന്നതും അതിന് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ക്യുവർ ഇല്ല. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ കൈകാലുകൾക്ക് തളർച്ചയും അതുപോലെ നടക്കാനൊന്നും പറ്റാത്ത അവസ്ഥ. അപ്പോൾ പഠനം തന്നെ മുടങ്ങിപ്പോയി. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ നിന്ന് മെഡിക്കൽ ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്ന മക്കൾ ഇവിടെ വന്ന് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ തീർച്ചയായും അത് അവരെ സ്പർശിച്ചിട്ടാണ് അവർ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. മെഡിക്കൽ ഫീൽഡിന് ചെയ്യാൻ പറ്റാത്തത് ഇന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെടുക്കുന്ന ഉടമ്പടിയിലൂടെ എങ്ങനെ പൂർത്തീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് തിരുവചനം പറയുക, സ്വീകാര്യമായ സമയത്ത് നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും രക്ഷയുടെ ദിവസത്തിൽ നമ്മെ സഹായിക്കുകയും ചെയ്യുവാനായിട്ട് ശക്തനായ ദൈവം കാത്തിരിക്കുകയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ ഇടപെടൽ പൂർണ്ണമായും തൻ്റെ ജീവിതത്തിൽ തൻ്റെ മകളുടെ രോഗസൗഖ്യത്തിൽ തനിക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞു. ഇന്ന് മകൾ വീണ്ടും പൂർണ്ണ ആരോഗ്യവതിയായിട്ട് പൂർവാധികം നല്ല രീതിയിൽ വീണ്ടും കോഴ്സ് തുടർന്ന് പഠിക്കുന്നു എന്നുള്ളതാണ് നാം കേട്ടത്. അതുപോലെ തനിക്ക് കിട്ടിയ മറ്റ് കൃപകൾ, ജീവിതത്തിൽ കൂടുതൽ ദൈവത്തോട് അടുക്കുവാൻ കഴിഞ്ഞത്, അമ്മ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്നുള്ള ആ ഉറപ്പ് മറ്റുള്ളവരോട് പറയുവാൻ തനിക്ക് കിട്ടിയ ഒരു തീഷ്ണത, ഇതൊക്കെ ഇവിടെ വന്ന് നിന്ന് അമ്മ പ്രത്യക്ഷപ്പെട്ട ആൾത്താരയിൽ പറയുമ്പോൾ തീർച്ചയായും സ്വർഗം നമുക്ക് വേണ്ടി ഇനിയും കൃപകൾ ചൊരിയുന്ന നിമിഷങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. നമുക്ക് നമ്മുടെ ഉടമ്പടി ഏറ്റവും നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ട് മാക്സിമം എഫേർട്ട് എടുത്ത് ഈശോയോട് കൂടുതൽ ചേർന്ന് നിന്നുകൊണ്ട് അമ്മയ്ക്കും ഈശോയ്ക്കും സാക്ഷ്യം വഹിക്കുവാൻ നമ്മെയും യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുടുംബത്തെ സമർപ്പിച്ച് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം.
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.